പാകിസ്ഥാനുള്ള ADB സഹായത്തെ എതിർക്കുകയാണ് ഇന്ത്യ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സഹായം മറ്റാവശ്യങ്ങൾക്ക് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാദം. പാകിസ്ഥാന് ലോക ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനെയും ഇന്ത്യ എതിർക്കും. പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്നുവെന്നും ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, ADB സഹായത്തെ നമ്മൾ നിശ്ചിതമായി തന്നെ എതിർക്കുന്നതിന് കാരണം ഇന്ത്യക്കെതിരായ ഭീകരവാദി ആക്രമണങ്ങൾക്ക് ഉൾപ്പെടെ അത്തരം പണം വിനിയോഗിക്കപ്പെടുന്നു, അവർ ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു എന്ന പോയിന്റിൽ നിന്നുകൊണ്ടാണല്ലോ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ഔദ്യോഗികമായി മുന്നോട്ട് വയ്ക്കുന്നത്? രതീഷ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന പാകിസ്ഥാൻ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുന്നതിന് ADB വായ്പയ്ക്ക് അപേക്ഷ നൽകിയിരുന്നു. നേരത്തെ ADB ഈ വായ്പ അനുവദിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വായ്പ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പാകിസ്ഥാന് ഈ ADB അനുവദിച്ചിരുന്നത്. കാരണം ADBയുടെ അംഗരാഷ്ട്രങ്ങളൊക്കെ തന്നെ, ഈ വിവിധ രാഷ്ട്രങ്ങളൊക്കെ തന്നെ വോട്ടിനിട്ടായിരുന്നു അങ്ങനെ ഈ തുക അനുവദിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ലഭിക്കുന്ന തുക മറ്റ് ആവശ്യങ്ങൾക്കായി, കാരണം ഈ വായ്പയിൽ നേരത്തെ പറഞ്ഞിരുന്നതിന് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കായി പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്നാണ് ഇന്ത്യ ഇപ്പോൾ രേഖാമൂലം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിരോധ ബഡ്ജറ്റിലൊക്കെ വലിയ ഉയർച്ചയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ ബഡ്ജറ്റിലൊക്കെ ഉണ്ടാകുന്നത്. ആയുധം വാങ്ങുന്നതിനുൾപ്പെടെ ഈ പണം മാറ്റുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജൂലൈയിൽ ഈ വായ്പ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ആവശ്യം ലോകബാങ്കും പരിഗണിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അവിടെയും ശക്തമായ എതിർപ്പ് അറിയിക്കുവാനാണ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തുന്നതിനുള്ള നടപടികളും ഇന്ത്യ ഊർജിതമാക്കിയിട്ടുണ്ട്. കാരണം ഈ തീവ്രവാദ സംഘടനകൾക്കും ഭീകര സംഘടനകൾക്കുമൊക്കെ ഫണ്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അവർക്ക് സഹായം നൽകുന്നു. ഈ സാഹചര്യത്തിൽ മുമ്പത്തേതുപോലെ തന്നെ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ സാമ്പത്തിക മേഖലയിൽ പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ വളരെ ശക്തമാക്കുവാനാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്ന ഇന്ത്യയുടെ ഈ ഓരോ നടപടികൾ, അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ അതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ADB വായ്പയെ അതിശക്തമായി ഇന്ത്യ എതിർക്കുന്നു. അതിന് ഗൗരവതരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനും നമുക്കുണ്ട്. പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് അതിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്നു. പ്രതിരോധ ബജറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കെതിരായ സന്നാഹമൊരുക്കൽ, ആയുധങ്ങൾ വാങ്ങൽ ഉൾപ്പെടെയുള്ള സൈനിക ശക്തി ബലപ്പെടുത്തൽ ഉൾപ്പെടെയാണ്. അങ്ങനെ അതിനുവേണ്ടി ADBയുടെ വായ്പാ പണം ഉൾപ്പെടെ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.